പുതിയ നിയമസഭാ സാമാജികൻ മനോജ് മൂത്തേടന് പെരുമ്പാവൂർ പ്രസ് ക്ലബിന്റെ ഊഷ്മള സ്വീകരണം. മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയായ മനോജ് മൂത്തേടൻ MLA-ക്ക് പ്രസ് ക്ലബിന്റെ ഉപഹാരവും കൈമാറി. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഹാളിൽ വച്ചായിരുന്നു പരിപാടികൾ. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുന്ന കാര്യം ആദ്യ സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് മനോജ് മൂത്തേടൻ MLA പെരുമ്പാവൂർ പ്രസ് ക്ലബിന്റെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ് ക്ലബ് ഹാളിൽ ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യമായ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. നാളത്തെ പെരുമ്പാവൂർ എന്ന പേരിൽ വിഷൻ കർമ്മ പദ്ധതി രൂപീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്നും MLA കൂട്ടിച്ചേർത്തു. നമ്മളൊരു പെരുമ്പാവൂരിന് നാളെയുടെ പെരുമ്പാവൂർ എന്നൊരു വിഷൻ കോൺക്ലേവ് നമ്മൾ ആലോചിക്കുകയാണ്. സമഗ്രമായി പെരുമ്പാവൂരിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും, അതായത് എല്ലാ തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ഓരോ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും 2-3 പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ച് പെരുമ്പാവൂരിൽ ഒരു 50 വർഷം കഴിയുമ്പോൾ പെരുമ്പാവൂരിൽ എന്തൊക്കെ 50 വർഷത്തെ പെരുമ്പാവൂർ എന്ന് കണ്ടുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടണം എന്നതിനെക്കുറിച്ചൊരു മാർഗ്ഗനിർദ്ദേശം കിട്ടാൻ പാകത്തിന് നമ്മളൊരു പദ്ധതി ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങളിലേക്ക് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ആലോചിച്ച് തുടങ്ങി. നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം സമയബന്ധം ഓരോന്നോരോന്ന് എടുത്ത് സമയബന്ധം ആലോചിക്കുകയാണ്. ജൂലൈ മാസത്തിൽ നമ്മൾ വാർഡുകളിൽ ജനസമ്പർക്ക പരിപാടി നടത്താൻ പോവുകയാണ്. എല്ലാ വാർഡിലും MLA നേരിട്ട് ചെന്ന് ആളുകളുടെ പരാതി സ്വീകരിച്ച് ആളുകളുടെ വിഷയങ്ങൾ കേട്ട്, അത് ഒരു വാർഡെന്നല്ല, ചിലപ്പോൾ 2-3 വാർഡ് ഒരുമിച്ച് ഒരു പ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പൊതു പോയിന്റ് വെച്ചിട്ട് 2-3 വാർഡ് ഒരുമിച്ച് എല്ലായിടത്തും ഈ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും നമ്മൾ ജനസമ്പർക്ക പരിപാടി 2 മാസം നീണ്ടുന്ന ജനസമ്പർക്ക പരിപാടി നമ്മൾ ജൂലൈയിൽ അപ്പോൾ അങ്ങനെ സമയം ഒരു 6 മാസം കൊണ്ട് നമ്മളൊന്ന് മൊത്തത്തിൽ ഒരു കൃത്യമായ സംവിധാനം ഉണ്ടാക്കി മുൻഗണനാ ക്രമത്തിൽ വളരെ പെട്ടെന്ന് ആദ്യത്തെ വർഷം തന്നെ നമ്മൾ പദ്ധതി തുടങ്ങിയാലേ 4 വർഷം കഴിയും 5-ാം വർഷം ഇതൊക്കെ തീരുള്ളൂ. അപ്പോൾ അങ്ങനെ രൂപത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ ഉണ്ടാകണം. പ്രശ്നങ്ങളൊന്നൊന്നായി ചൂണ്ടിക്കാണിക്കും. ഞാൻ പറയുന്നത് ഏത് പ്രശ്നം ചൂണ്ടിക്കാണിച്ചാലും അതിൽ ഇടപെടാൻ ഞാൻ തയ്യാറാണ്. എന്നെ സംബന്ധിച്ച് നമുക്ക് ഏതറ്റം വരെ പോകാനും നമുക്കൊരു മടിയില്ല. എവിടെ പോയി ഫോളോ അപ്പ് ചെയ്ത് വർക്ക് കൊണ്ടുവരാനും പിടിക്കാനും നമ്മൾ റെഡിയാണ്. അപ്പം നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ആ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കാനും ഞാനുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ശാസിക്കാനും വഴക്ക് പറയാനും വേണമെങ്കിൽ ഒന്ന് ചീത്ത വിളിക്കാനും അല്ലെങ്കിൽ തിരുത്താനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളെല്ലാം ഇവിടെ എനിക്ക് വോട്ട് ചെയ്ത ആളുകളാണ്. ഞാൻ പരീക്ഷ എഴുതിയ MLA ആളല്ല. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നൊരു കാര്യമാണ്, ഞാൻ പരീക്ഷ എഴുതിയ MLA ആളല്ല. ഞാൻ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് MLA. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്നെ തിരുത്താനുള്ള എല്ലാ അവകാശമുണ്ട്. തിരുത്താനും വഴക്ക് പറയാനും ശാസിക്കാനും ഉപദേശിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം. അല്ലാതെ MLA കഴിയുമ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയുന്നതല്ല ശരിയെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ജനങ്ങൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. അവരെ ക്ഷമയോട് കേട്ട് ഇത് ചെയ്യാന്നുള്ളതാണ്. സ്വീകരണ യോഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞ് ആമുഖ പ്രഭാഷണം നടത്തി. മാധ്യമപ്രവർത്തകരായ B. രാജീവ്, സുരേഷ് കീഴിലം, പ്രിയ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ കൺമുന്നിൽ വളർന്ന ഒരു രാഷ്ട്രീയ യുവ നേതാവാണ് മനോജ്. നമുക്കറിയാം, ഒരു സ്കൂൾ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു 10-35 വർഷത്തെ രാഷ്ട്രീയമുള്ള ഒരു യുവ നേതാവാണ് അദ്ദേഹം. കാലടി യൂണിവേഴ്സിറ്റിയിൽ UUC മുതൽ തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, പ്രസിഡന്റ്, അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം, പ്രസിഡന്റ് എന്നീ നിലകൾ വളർന്ന് ഇപ്പോൾ MLA ആയി മാറിയിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം വികസനത്തിൽ ഒരു ഭാവനാത്മകമായ സമീപനം കൈക്കൊണ്ട ഒരു നേതാവാണ്. വികസനം വെറും ഒരു വികസനം മാത്രമല്ല, അതിലൊരു ഭാവനയും കൂടി ചേർത്താണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായപ്പോഴും അംഗമായിരുന്നപ്പോഴും നടപ്പാക്കിയത്. അത് നമ്മുടെ കൺമുന്നിലുണ്ട്. നമ്മൾ ഈ വർഷങ്ങളിലൊക്കെ ഈ പത്രപ്രവർത്തനത്തിനിടയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുകയും അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങൾ നമ്മളോട് ചോദിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നമ്മളൊക്കെ. അപ്പോൾ ഇനിയും അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ 1-2 കാര്യങ്ങൾ നമ്മൾ പത്രപ്രവർത്തകരെ 2 കാര്യങ്ങളൊന്ന് പറയാം. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ ഗവൺമെന്റ് പ്രസ് ക്ലബുകൾക്ക് ഒരു ധനസഹായം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഏറ്റവും മുന്തിയ പരിഗണന നമ്മുടെ പെരുമ്പാവൂർ പ്രസ് ക്ലബിന് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഒരു ക്ഷേമനിധി എന്ന് പറയുന്ന പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി എന്ന് പറയുന്ന ആശയം കഴിഞ്ഞ ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്. അതിലേതെങ്കിലും ഒരു സമയത്ത് ഒരു സബ്മിഷനായി ഉന്നയിക്കാൻ കഴിയുമെങ്കിൽ നിയമസഭയിൽ ഉന്നയിക്കണം. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ പെരുമ്പാവൂർ ടൗണിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു പുറമ്പോക്ക് ഭൂമി
നമുക്ക് പ്രസ് ക്ലബിൻ്റെ ഒരു ആസ്ഥാനം പണിയുന്നതിന് വേണ്ടി ലഭ്യമാക്കാൻ കഴിയുമെങ്കിൽ അതിനും ഒരു ശ്രമം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മനോജ് മൂത്തേടന് പ്രസ് ക്ലബിന്റെ ഉപഹാരം കൈമാറി. ശനിയാഴ്ച വൈകിട്ട് പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ പങ്കെടുത്തു. അന്ന് അവിടെ SFIക്ക് ആധിപത്യമുള്ളൊരു സമയമാണ്. ആ സമയത്ത് KSUവിൻ്റെ ഒരാൾ അയാളുടെ ഒരു സ്ഥാനം അടയാളപ്പെടുത്തുകയാണ് അവിടെ. ഞാനിവിടെ ഉണ്ട്, ഞാൻ സർവീസ് ചെയ്യാൻ തയ്യാറാണ്, ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ ആ കാര്യങ്ങളിൽ ഇടപെട്ട് വന്ന ഒരു ഓർമ്മ, ഒരു അനുഭവം എനിക്കുണ്ട്. പിന്നെ അതിനുശേഷം പെരുമ്പാവൂർ പത്രപ്രവർത്തകനായി വന്നതിന് ശേഷം മനോജുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മനോജ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായി മുകളിലേക്ക് കയറി പോകുന്ന ഒരാളാണ്. പെട്ടെന്ന് മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാളല്ല. വളരെ അടിസ്ഥാനവുമായി ഒരു സഹകരണ ബാങ്കിൻ്റെ ഉത്തരവാദിത്വം, പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം, ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം, ഇപ്പോൾ ഒരു നിയമസഭയുടെ തന്നെ ഉത്തരവാദിത്വം, അങ്ങനെ പടിപടിയായി വളർന്നു വരുന്ന ഒരു നേതാവാണ് മനോജ്. തീർച്ചയായും നമുക്ക് മനോജിലൊരു മുഖ്യമന്ത്രിയൊക്കെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.